ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ട് ഒരു സർവീസിലിരുന്ന് റിട്ടയർ ആയതിനു ശേഷം പഠിക്കാൻ വന്നതാണ്. അനാറ്റമിയുടെ ഏറ്റവും ആദ്യം പ്രിഫിക്സ് സഫിക്സ് തുടങ്ങി പഠിപ്പിച്ച് പിറ്റേ ദിവസം ചോദ്യം ചോദിച്ച് ബൈ ഹാർട്ട് ആക്കിച്ച് വിടുന്ന ഒരു രീതി, അവരുടെ ആ സിൻസിയറിറ്റി ഒരു എടുത്തു പറയേണ്ടതാണ്. കൂടുതലായിട്ട് ഞാൻ കണ്ടു. ജോയിൻ ചെയ്തപ്പോ ഉള്ളതിനേക്കാളും നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു നഷ്ടബോധമായിരുന്നു. എക്സാം എഴുതുമ്പോൾ ടീച്ചേഴ്സ് പറയുന്നത് കൂടാതെ നമ്മൾ കൂട്ടുകാരൊന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുണ്ട്. പിന്നെ എക്സാമിന്റെ കേസ് വരികയാണെങ്കിൽ ഏറ്റവും ഗുണപ്പെടുന്നത് ഇവിടുന്ന് തരുന്ന ആ മോഡൽ എക്സാം ആണ്. മൊത്തം നമ്മൾ ചെയ്യുവാണെങ്കിൽ മാത്രമേ ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഉണ്ടാവുന്ന എക്സ്ട്രാ കരിക്കുലർ, ഓരോ വിഷുവിന് എനിക്കിവിടെ 1 രൂപ കഴിഞ്ഞ വിഷുവിന് തന്ന ആ കൈനീട്ടം ഇന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ആ ഒരു ബന്ധം, നമുക്ക് ആ ആരോണിന്ന് കിട്ടിയ 1 രൂപ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞങ്ങളെ സ്നേഹപൂർവ്വം സെൻഡ് ഓഫ് ചെയ്ത് വിടുന്നതും ഒക്കെ ഓർമ്മകളിലുണ്ട്. ഇനി എന്ത്, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഒന്ന് നമുക്ക് നമ്മുടെ ഒരു ഷൈനസ് കുറയും. ഒരുപാട് നമ്മൾ ഇന്റർവ്യൂകളിലൊക്കെ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളത് സാറ് ഒരുപാട് ഓൺലൈനിൽ നമുക്ക് വീഡിയോസ് ക്ലാസ്സസും തരുന്നുണ്ട്. അതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഞാൻ പിന്നെ ഈ ഫാഗ് എൻഡിൽ എത്തിയത് കൊണ്ട് പലപ്പോഴും എനിക്ക് കയറാൻ പറ്റാറില്ല. പക്ഷെ ഞാൻ പലപ്പോഴും ക്ലാസ്സുകൾ കൊച്ചുകുട്ടികളെ പോലെ ഇരുന്ന് എഴുതി സാറ് പറയുന്ന പോയിന്റ്സ് ഒക്കെ ഞാൻ നോട്ട് ചെയ്തൊക്കെ വെക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഈ പുതിയ ചെറിയ കുട്ടികളോട് പറയുന്നത്, ഇന്റർവ്യൂവിന് സാറ് പറയുന്ന ഓരോ പോയിന്റ്സും എങ്ങനെ വേണം നമ്മൾ ഇന്റർവ്യൂ ഫേസ് ചെയ്യേണ്ടതെന്നുള്ളത്, മിറർ ക്യാൻ ബി ഒരു മിററിന്റെ മുമ്പിൽ നിന്ന് സംസാരിച്ച് നമുക്ക് പലരും ഫേസ് ചെയ്യാൻ മടിയുള്ള കുട്ടികളായിട്ട് ഞാൻ മനസ്സിലാക്കി. ഒന്ന് ഫ്രണ്ടിലേക്ക് വരാൻ പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് തന്നെ മുന്നേ വന്നിരിക്കാൻ മടിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരും. കൂടുതൽ എല്ലാവരും കൂടുതൽ ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്ലീസ് കീപ് ഇൻ ടച്ച്. താങ്ക് യു.